ഇടുക്കി പീരുമേട് സീത കൊലപാതക കേസിൽ സംഭവ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തും. കൊലപാതകമെന്ന് കണ്ടെത്തിയതോടെ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് ലക്ഷ്യം. ഫോറൻസിക് വിദഗ്ധരും സംഘത്തിലുണ്ടാകും. ഭർത്താവ് ബിനു പോലീസ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, കഴിഞ്ഞ ദിവസം ആണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. നേരത്തെ കാട്ടാന കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ ഭർത്താവ് തന്നെയാണ് ഈ വനവാസിയായിട്ടുള്ള ഈ സ്ത്രീയെ കൊലപ്പെടുത്തത് എന്നുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നു. ഭർത്താവ് ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും കൊലപാതകം നടന്ന ആ പ്രദേശം പോലീസും ഫോറൻസിക് വിദഗ്ധരും നേരിട്ടെത്തി പരിശോധിക്കുന്നുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ സുബിൻ തോമസ്. നിലവിൽ ഇപ്പോഴും ഭർത്താവ് നിരീക്ഷണത്തിലാണ്. ഇതുവരെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ല. പ്രധാനമായും പോലീസ് ഈ ഒരു ഡോക്ടറുടെ വെളിപ്പെടുത്തലുണ്ടായതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ ഇത് കൊലപാതകമാണ് എന്ന് ഡോക്ടർ വ്യക്തമാക്കിയതോടുകൂടിയാണ് കൂടുതൽ തെളിവ് ശേഖരിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ഈ സംഭവ സ്ഥലത്ത്, അതായത് സംഭവം നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പരിശോധന നടത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് 10 മണിയോടുകൂടി പോലീസിന്റെയും ഫോറൻസിക്കിന്റെയും സംഘം വനത്തിനുള്ളിലേക്ക് പുറപ്പെടുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനുശേഷം ഈ സംഭവ സ്ഥലത്ത്, അതായത് ജനവാസ മേഖലയിൽ, അതായത് വനാതിർത്തിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി വേണം ഈ ഒരു പരിശോധനകളെല്ലാം തന്നെ നടത്താൻ. ആ പരിശോധനയിലൂടെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്, പോലീസിനുള്ളത്. പ്രധാനമായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ഒരു കൊലപാതകം നടന്നിട്ടുള്ളത് ക്രൂരമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. പല പ്രാവശ്യം മരത്തിലോ സമാനമായ കല്ലിലോ എന്തോ ഇടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ വാരിയെല്ലുകൾക്ക് പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്, നാവിക്കിട്ട് തൊഴിച്ചിട്ടുണ്ട്, കൂടാതെ ഈ നിലത്തുകൂടെ വലിച്ചെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതായി ഉണ്ട് എന്നുള്ളതാണ് പോലീസ് അധികൃതരും വ്യക്തമാക്കുന്നത്. ഇതിൽ ഏതൊക്കെ സാഹചര്യ തെളിവുകൾ വേണം, കൂടാതെ ഈ ഒരു ശാസ്ത്രീയമായ തെളിവുകളെല്ലാം തന്നെ ശേഖരിക്കേണ്ടതായുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു പരിശോധന ഈ വനത്തിനുള്ളിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് തന്നെ മഹസം തയ്യാറാക്കുമെന്നാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോഴും ഈ ഭർത്താവ് ബിനു പോലീസ് നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇയാൾ ഇതുവരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡോക്ടറുടെ ഒരു റിപ്പോർട്ട് മാത്രമാണുള്ളത്, കൊലപാതകമാണ് എന്നുള്ളത്. പക്ഷേ ആര് കൊലപ്പെടുത്തി എന്നുള്ളത് കണ്ടെത്തേണ്ടത് പോലീസാണ്. പ്രധാനമായും ഈ ബിനുവിലേക്ക് തന്നെയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ എത്തി നിൽക്കുന്നത്. അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് ബിനു ആണ് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് എന്തായാലും പോലീസ് ഉള്ളത്. കാരണം ബിനുവും ഭാര്യയും 2 മക്കളുമാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാട്ടുവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി വനത്തിനുള്ളിലേക്ക് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണ് ബിനു പറഞ്ഞിട്ടുള്ളതും. അത്തരത്തിൽ ഈ പോകുന്ന വഴിക്ക് കാട്ടാൻ ഭാര്യയെയും തന്നെയും ആക്രമിക്കുകയായിരുന്നു എന്നാണ് ബിനു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു കൊലപാതകമാണ് എന്നുള്ളൊരു വിവരം പുറത്തു വരുന്നത്. അപ്പോഴും ഈ ഒരു നിലപാടിൽ തന്നെ ബിനു ഉറച്ചു നിൽക്കുന്നതാണ് പോലീസിനെയും കുഴക്കുന്നത്. എന്തായാലും ഈ ശാസ്ത്രീയമായ തെളിവുകളും അതുപോലെ തന്നെ പരിശോധനയോടെ ലഭിക്കുന്ന തെളിവുകളിലൂടെയും ഈ കൊലപാതകയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്.